ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് പൂർത്തിയായി. 5 മണിവരെ 56.68% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പശ്ചിമബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 73%. കുറവ് പോളിംഗ് മഹാരാഷ്ട്രയിലുമാണ് 48.66%. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതിര ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പിനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. 6 മണി വരെയാണ് ഔദ്യോഗികമായിട്ടുള്ള സമയം. 6 മണിയോടുകൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവർക്കും വോട്ടവകാശം വിനിയോഗിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 6 മണിയോടുകൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരുടെയും വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും വോട്ടെടുപ്പ് പ്രക്രിയ അവസാനിക്കുക. അതുകൊണ്ട് അതിൻ്റെ മുഴുവൻ വോട്ടിംഗ് ശതമാനം അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 5 മണി വരെ ഔദ്യോഗികമായി നൽകിയ കണക്കനുസരിച്ച് 56% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5ാം ഘട്ടത്തിൽ 60 മുകളിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെയും നിഗമനം എന്നാണ് മനസ്സിലാക്കുന്നത്. 5ാം ഘട്ടത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ 49 മണ്ഡലങ്ങളാണ് ജനവിധി രേഖപ്പെടുത്തിയിട്ടുള്ളത്. റായ്ബറേലിയും അമേഠിയും ലക്നൌ ഉൾപ്പെടെ 14 മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിൽ ജനവിധി രേഖപ്പെടുത്തി. അതിൽ റായ്ബറേലി മാത്രമാണ് കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റായിട്ടുള്ളത്. ബാക്കി 13 മണ്ഡലങ്ങളും ഉത്തർപ്രദേശിൽ BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. ഒപ്പം മഹാരാഷ്ട്രയിലെ അവശേഷിക്കുന്ന 13 മണ്ഡലങ്ങൾ കൂടി ഇന്ന് ജനവിധി രേഖപ്പെടുത്തിയതോടെ സംസ്ഥാനത്തെ 48 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലെ 7 മണ്ഡലങ്ങൾ ഇന്ന് ജനവിധി രേഖപ്പെടുത്തി. ഒപ്പം ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങൾ വീതമാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ലഡാക്കിൽ 5 മണിവരെ 64% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലഡാക്കിലും ജമ്മു കാശ്മീരിലും ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്നത് പശ്ചിമ ബംഗാളിലാണ്. അത് കഴിഞ്ഞ ഓരോ ഘട്ടങ്ങളിലും പരിശോധിക്കുമ്പോൾ പശ്ചിമ ബംഗാളിൽ വോട്ടിംഗ് ശതമാനം വളരെ കൂടുതൽ തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനസ് ജില്ലയിലെ ചില ബൂത്തുകളിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ചില അനിഷ്ട സംഭവങ്ങൾ, അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതൊഴിച്ചാൽ പൂർണ്ണമായും സമാധാനപരമായിരുന്നു വോട്ടെടുപ്പ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 4 ഘട്ടങ്ങളിലും വലിയ അക്രമ സംഭവങ്ങളില്ലാതെ വോട്ടെടുപ്പ് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ സമാധാനപരമായി വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വോട്ടെടുപ്പിനോടനുബന്ധിച്ച് അക്രമ പരമ്പരകൾ അരങ്ങേറിയിരുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണെങ്കിലും പശ്ചിമ ബംഗാളാണെങ്കിലും ബീഹാർ ആണെങ്കിലും അത്തരം സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വോട്ടെടുപ്പ് സമാധാനപരമായി നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലക്നൌവിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കൂടാതെ അമേഠിയിൽ സ്മൃതി ഇറാനി, റായ്ബറേലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ, മുംബൈയിൽ പീയൂഷ് ഗോയൽ, കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയിട്ടുള്ള പ്രമുഖരാണ് ഈ 5ാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടം രാജ്യതലസ്ഥാനത്തെ 7 സീറ്റുകളിൽ ഉൾപ്പെടെ 6ാം ഘട്ടം നടക്കുന്നത് ഈ മാസം 25-നാണ്. ആതിര, വിഷ്ണു, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഏത് നിലയിലെന്ന് പറയാൻ സാധിക്കും ഈ ഒരു ഘട്ടത്തിൽ? പ്രത്യേകിച്ച് ഈ 5 മണി വരെ 56.68% പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ ഘട്ടങ്ങളിലും 2019 സംബന്ധിച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ചെറിയ പോളിംഗ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതൊന്നു മുതൽ ഈ 5ാം ഘട്ടം വരെ പരിശോധിക്കുമ്പോഴും നമുക്ക് 2019 വോട്ടിംഗ് ശതമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നേരിയ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, പരമാവധി വോട്ടർമാരെ, പുതിയ വോട്ടർമാരുൾപ്പെടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയ വോട്ടർ ലിസ്റ്റാണുള്ളത്. അതായത് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നുണ്ട്. 2019 അപേക്ഷിച്ച് ഓരോ മണ്ഡലങ്ങളിലും വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നുണ്ട്. എന്നാൽ ശതമാന കണക്ക് പരിശോധിക്കുമ്പോൾ 2019 കുറവാണ് എന്നുള്ളതാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്. ഒപ്പം 4ാം ഘട്ടത്തിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലും 66% പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. ഈ 5ാം ഘട്ടത്തിൽ 56% വരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 മണി കഴിഞ്ഞുള്ള കണക്കുകൾ കൂടി വോട്ടിംഗ് ശതമാനം പൂർണ്ണമായും അതിന് നടപടിക്രമങ്ങൾ അവസാനിച്ചതിന് ശേഷം അല്പസമയത്തിനകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ 5ാം ഘട്ടത്തിന്റെ പൂർണ്ണമായ വോട്ടിംഗ് ശതമാനം പുറത്തുവിടും. അപ്പോൾ 60% മുകളിലേക്ക് എന്തായാലും 5ാം ഘട്ടത്തിലും പോളിംഗ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നിഗമനം. അപ്പം രാഷ്ട്രീയ പാർട്ടികളും വലിയ രീതിയിലുള്ള വിലയിരുത്തലുകൾ ഈ പോളിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളിൽ 2019 താരതമ്യേന കുറവ്, വളരെ കുറവ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ള പല മണ്ഡലങ്ങളുമുണ്ട്. അവിടെയും ആർക്ക് അനുകൂലമാകും ആ കുറഞ്ഞ പോളിംഗ് എന്ന കണക്കുകൂട്ടലുകൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പം
രാഷ്ട്രീയപരമായി പരിശോധിക്കുമ്പോൾ ഈ അഞ്ചാം ഘട്ടത്തിൽ ഉൾപ്പെടെ ഈ അഞ്ചാം ഘട്ടത്തിൽ 49 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവിടെ 32 മണ്ഡലങ്ങൾ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. കൂടാതെ 10-ലധികം സീറ്റുകൾ BJP NDA സഖ്യത്തിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ. റായ്ബറേലി എന്ന ഒറ്റ സീറ്റ് മാത്രമാണ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ളത്. അതുകൊണ്ട് ഈ അഞ്ചാം ഘട്ടം കൂടി കഴിയുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് നിലവിൽ BJP ക്യാമ്പ് ഉള്ളത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ചൂണ്ടിക്കാട്ടിയത് 4ാം ഘട്ട പോളിംഗ് പൂർത്തിയായതോടുകൂടി തന്നെ 272 എന്ന കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് സീറ്റുകൾ BJPക്ക് ലഭിച്ചു കഴിഞ്ഞു. വോട്ടിംഗ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ BJPക്ക് അത്രയധികം ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞു. ഇനി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിനുള്ള സീറ്റുകളായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവുക എന്നൊരു വിലയിരുത്തൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ് ഉള്ളത്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ മോദി സർക്കാരിൻ്റെ തുടർഭരണം എന്ന വിഷയത്തിൽ യാതൊരു സംശയവും രാഷ്ട്രീയ നിരീക്ഷകരോ അല്ലെങ്കിൽ ഒരു പരിധിവരെ പ്രതിപക്ഷം പോലും അതിൽ വലിയ സംശയമില്ല എന്ന് തോന്നുന്നു. കാരണം ആരാകും അടുത്ത പ്രധാനമന്ത്രി? മോദി മാറുമോ അല്ലെങ്കിൽ അമിത്ഷാ വരുമോ? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമോ തുടങ്ങിയ ചർച്ചകളാണ് പ്രതിപക്ഷം പോലും നടത്തുന്നത്. അതുകൊണ്ട് മോദി സർക്കാരിന് തുടർഭരണം എന്നതിൽ യാതൊരു സംശയവുമില്ലാത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കടന്നു പോകുന്നത് എന്നാണ് ദേശീയ രാഷ്ട്രീയത്തിൽ പോലും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ആതിര, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.